ഇന്ത്യയുടെ തലസ്ഥാന നഗരി പട്ടാപ്പകൽ ചോരക്കളമാകുന്നു. ദില്ലിയിലെ ന്യൂസ് മാൻപൂരിൽ 17-കാരനെ ആൾക്കൂട്ടം അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. ദില്ലിയിലെ ക്രമസമാധാന വീഴ്ചകൾ പുറത്തു കൊണ്ടുവരുന്ന ഒടുവിലത്തെ ഉദാഹരണമാണിത്. അഭിഷേക് എന്ന വിദ്യാർത്ഥിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. പകൽ വെളിച്ചത്തിൽ തിരക്കേറിയ ഒരു ലോക്കൽ മാർക്കറ്റിന് സമീപം വെച്ചാണ് 12 മുതൽ 16 പേർ അടങ്ങുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു സംഘം ഈ ക്രൂരകൃത്യം നടത്തിയത്. കൃത്യം നടന്നത് വീടിന് തൊട്ടടുത്ത് വെച്ചാണ് എന്നത് പ്രദേശവാസികളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭീഷണിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയരുത്. വടക്കു കിഴക്കൻ ദില്ലി വീണ്ടും ഒരു കലാപഭൂമിയാകുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഹോളി ദിനത്തിൽ 26-കാരനായിട്ടുള്ള തരുണിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതും ഇതേ ദില്ലിയിലാണ്. ഈ വർഷത്തെ ആദ്യ 15 ദിവസങ്ങൾക്കുള്ളിൽ 800-ലധികം പേർ കാണാതായതും ഇതേ ദില്ലിയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ശവക്കുഴി കുഴിക്കും എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതും ഇതേ ദില്ലിയിൽ തന്നെയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കാൻ വന്നൊരു ജാഥ പെട്ടെന്ന് സ്വഭാവം മാറി ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചതും പോലീസിനെ ആക്രമിച്ചതും ഒക്കെ ഇതേ ദില്ലിയിൽ തന്നെയാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അനിയന്ത്രിതമായ കുടിയേറ്റങ്ങളിലേക്കും മാറുന്ന ജനസംഖ്യാ കണക്കുകളിലേക്കുമാണ്. രാജ്യവിരുദ്ധ ശക്തികൾ എങ്ങനെ ദില്ലിയിലെ ചെറുപ്പക്കാരെ തങ്ങളുടെ ചട്ടുകമാക്കുന്നു എന്ന് കൂടിയാണ്. കുറ്റവാളികൾക്ക് നിയമത്തെ യാതൊരു ഭയവുമില്ലാത്ത കുറ്റകൃത്യങ്ങളുടെ ഒരു തലസ്ഥാനമായി കൂടി തുടരുകയാണ് ദില്ലി ഇപ്പോഴും. BJP ഭരണത്തിന്റെ കീഴിൽ വന്നിട്ടും കുറ്റവാളികൾക്ക് വളക്കൂറുള്ള മണ്ണായി തന്നെ ദില്ലി തുടരുകയാണ് എന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ്. ഉത്തർപ്രദേശിലും മറ്റും കാണുന്ന കർശനമായിട്ടുള്ള ഭരണ രീതികളും ശക്തമായിട്ടുള്ള പോലീസ് നടപടികളും ഇവിടെ ഇല്ലാത്തത് സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുകയാണ്. ഈ കൊലപാതകം ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഭൂരിപക്ഷ സമൂഹത്തിന് സ്വന്തം മണ്ണിൽ സുരക്ഷയില്ലാത്ത അവസ്ഥ ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ പ്രാദേശിക ഭരണകൂടം പരാജയപ്പെടുന്നിടത്ത് കേന്ദ്ര സർക്കാർ കർശനമായി ഇടപെട്ടേ തീരും. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ ദില്ലിയിലെ തെരുവുകൾ സാധാരണക്കാർക്ക് അന്യമാകും. ന്യൂസ് ഡെസ്ക്.